വെള്ളം കെട്ടി കിടക്കണ കാണുമ്പോണ്ടല്ലോ വെള്ളത്തിൽ കൂടെ പറപ്പിക്കണം നമ്മുടെ കൂട്ടുകാരന്മാരില്ലേ അവർക്ക് ഈ സാധനം അയച്ചു കൊടുത്തോ. വെള്ളക്കെട്ടിക്കൂടെ വണ്ടി ഓടിച്ചിട്ട് കിട്ടിയ പണി എന്തിട്ടാന്ന് കാണിച്ചരാട്ടോ. വേറെ നല്ല നമ്മുടെ ഓയിലും വെള്ളം തമ്മിൽ ആകെ മിക്സായി. മഴയത്ത് ആള് കീറി പോയതാ, ആകെ സീനായി. ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ കോലം എങ്ങനെയാണ് ആശാനെ? അവസ്ഥ പറയും. ഇതിന്റെ നോക്കിക്കോട്ടോ, സ്റ്റിക്ക് തുറന്നു നോക്കിയാൽ ഓയിലും വെള്ളം മിക്സ് ആയതാ. ഓയിലും വെള്ളം തമ്മിൽ മിക്സ് ആയിക്കാണ്. എന്താ നോക്ക്. അപ്പൊ എയർ ഫിൽറ്ററിന്റെ കോലം കാണിച്ചു തരാം. ഇത് ഫുള്ള് നനഞ്ഞിരിക്കാട്ടോ എയർ ഫിൽറ്റർ. ഫുള്ള് വെള്ളം കയറി സീനായിട്ട് അല്ല ആശാനെ? ഇപ്പൊ എന്തായാലും ഇതിന്റെ ഓയിലൊക്കെ ഊറ്റിയിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം. അപ്പൊ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണ് അല്ലേ? സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫുള്ള് വർക്ക് തീർത്തിട്ട് എന്തായാലും കാണിച്ചു തരാം. മാക്സിമം ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വെള്ളക്കെട്ടിക്കൂടെ ഓടിച്ച് സീനാക്കാൻ നിൽക്കാണ്ട്, ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കണ നേരത്തെ ആയിക്കോട്ടെ നിൽക്കാണ്ട് മാക്സിമം ഒതുങ്ങി പോവാ. എഞ്ചിൻ സ്റ്റക്ക് ആവാത്ത നന്നായി. അതെ, ഓയില് ഇത്രയും വെള്ളം കയറിയിട്ട് സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആയതുകൊണ്ട് എഞ്ചിൻ മാറ്റുന്നില്ല. അപ്പൊ എന്തായാലും തയ്ച്ചിട്ട് കാണിച്ചു തരാം. എന്തിട്ടത് നോക്കി എന്റെ പൊന്നെ, ഓയിൽ ഫിൽറ്ററിന്റെ തന്നെ കോലം നോക്കി. സീൻ തന്നെയാട്ടാ. എല്ലാവരും സൂക്ഷിച്ച് കണ്ടൊക്കെ വണ്ടി ഓടിക്കല്ലേ മഴയത്തൊക്കെ. അങ്ങനെ തെറിപ്പിച്ച് പോണ പരിപാടി ഉണ്ടല്ലോ, ദൈവേ തെറിപ്പിച്ചു വെള്ളം തെറിപ്പിച്ച് പോണ പരിപാടി ഉണ്ടല്ലോ, അതാണ് നാം ഉദ്ദേശിച്ചത്. ഇതിന്റെ ഇപ്പൊ എഞ്ചിൻ ഫ്ലഷിംഗ് ഉണ്ട്, പിന്നെന്താ സംഭവിച്ച് ക്ലീൻ ചെയ്യാണ്ട്, പിന്നെ ഇന്ത്യക്ക് മാനിഫോൾഡിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് മൊത്തം എന്തായാലും ഉള്ളിൽ എത്തിന്ന്, അതും ക്ലീൻ ചെയ്യാണ്ട്, പ്ലഗ് ചേഞ്ച് ചെയ്യാണ്ട് കുറച്ചും കൂടി പണിയുണ്ട്. എല്ലാം കൂടി ഇനി നമുക്ക് നോക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഫ്ലഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയെന്നുള്ളത് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ഇവിടെ അടുത്താണ് ഇരിക്കണത്. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൽ നിന്ന് നമ്മുടെ വാൽ കവറിലേക്ക് ഒരു ഹോസ് പോയിട്ടുണ്ട്, എയർ ഇൻടേക്ക് ഹോസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വെള്ളം കയറി മിക്സ് ആയിക്കണത്. പിന്നെ എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ത്രോട്ടിലില്ലേ, ഈ ത്രോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയോ? കയറി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നേരെ ഇപ്പൊ ഇതിലും കയറിയിട്ടുണ്ട് വെള്ളം, ഇതിലും ഫുള്ള് വെള്ളം. ഇപ്പൊ ഇന്ത്യക്ക് ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഫുള്ള് വെള്ളം ഉള്ളത്. ഇപ്പൊ അത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കത്തി അപ്പം തന്നെ പോകും. കാരണം എപ്പോഴും ഫയർ ചെയ്യുന്ന സ്ഥലമല്ലേ. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കത്തി പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മിസ്സിങ്ങും ബാക്കിയുള്ള വണ്ടി ഓഫ് ആകാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല അവിടെ കുറേ ദിവസം കിടന്നു കഴിഞ്ഞാൽ ടിസ്റ്ററിങ്സ് ഒക്കെ തുരുമ്പിടിച്ചിട്ട് എഞ്ചിൻ സ്റ്റക്ക് ആവാനും ഇതിന് കാരണമാവും. വെള്ളം കെട്ടി കിടക്കണ കാണുമ്പോണ്ടല്ലോ വെള്ളത്തിൽ കൂടെ പറപ്പിക്കണം നമ്മുടെ കൂട്ടുകാരന്മാരില്ലേ അവർക്ക് ഈ സാധനം അയച്ചു കൊടുത്തോ. സൂക്ഷിക്കാൻ പറയാ, ചിലപ്പോ വല കിട്ടാം.